ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നമ്മൾ അടുത്ത മൗലവി ഹുസൈൻ സലഫി. അയാൾ വന്നിട്ട് പറയുന്നു ഖബറിന്റെ മുകളിൽ കുപ്പുണ്ടോ ഇല്ല എന്നുള്ള വിഷയമല്ല, മൂപ്പര് പറയുന്നത് കള്ള ജാറാണ്, അങ്ങനെ സാധനം തന്നെ അല്ല. പച്ച പൊള്ളു പറയണം, അങ്ങനത്തെ ഒരു സാധനമല്ല, കള്ള ജാറമാണ് സുഹൃത്തുക്കളെ നാം മൂപ്പര് പറയാൻ പോടുന്നത്. എന്നിട്ട് ഇപ്പൊ അതിന് പെയിന്റ് അടിച്ച് നടക്കുകയാണ് ഒരു കൂട്ടര്. പറഞ്ഞത് തെറ്റാണെങ്കിൽ തെറ്റാണ് അങ്ങ് സമ്മതിച്ചാ പോരെ, പിന്നെ അതിന് പെയിന്റ് അടിച്ചിട്ടുണ്ടാവും നന്നാകണം. അടിച്ച് കുടുങ്ങിയ സാധനം പിന്നെ അതിന്മേൽ എത്ര പെയിന്റ് അടിച്ചിട്ട് അങ്ങ് നന്നാക്കാൻ പോകുന്നു? ഞങ്ങൾ പറയുന്നത് ഫോട്ടത്തിനെ പറ്റിയാണ്. ഫോട്ടത്തിനെ പറ്റി കള്ള ഫോട്ടം തന്നെ പറയണ്ടേ, കള്ള ചാറെന്നാ പറയല്. നല്ല പരിപാടി പോയി. ഞാൻ നിങ്ങൾ കേട്ടോ ആ ഭാഗം അയാൾ പറയും. രണ്ടാഴ്ച മദീനത്ത് പോയപ്പോൾ കണ്ടു, അവിടെ എഴുതിച്ചിരിക്കുന്നത് കള്ള ജാറത്തിന്റെ ഫോട്ടോന്നും വരുന്നുണ്ട്. എന്താ വലിയൊരു ജാറത്തിന്റെ പച്ചപ്പറ്റും ആ രൂപത്തിലുള്ള കുറേ ആചാരങ്ങൾ അത് ഫോട്ടോ വെച്ചിട്ട് വീട്ടിൽ ഭർഷത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ. ഞാൻ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന ഖബറിനെ പറ്റി കള്ളജാറമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. കള്ളജാറമാണെന്ന് മൂപ്പര് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു, പറഞ്ഞ് പേട്ടിട്ട് ഇടങ്ങാറാണ് രംഗാപ്പതൊക്കെ. ഇതൊക്കെയാണോ പണ്ഡിതന്മാർ ചെയ്യേണ്ട ദൗത്യം? ഇതാണോ നിങ്ങളുടെ യഥാർത്ഥ തൗഹീദ്? ഈ നിലക്കാണോ നിങ്ങൾ പരിശുദ്ധ ആദർശത്തിനെതിരെ കൊഞ്ഞനം കുത്താൻ ഇറങ്ങിയിട്ടുള്ളത്?